ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അഭിനയിക്കാനൊന്നും അറിയത്തില്ല, നല്ല പ്രായമായി, വീട്ടിലിരിക്കാൻ സമയമില്ല, മോനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ മതി. 100 കോടി ക്ലബിൽ ഒട്ടും ഇല്ല താനും, 100 കോടി ക്ലബ്ബേ ഇല്ല. കാരണം അഭിനയിക്കുന്ന പടം ഒന്നും 100 കോടി കയറുന്നില്ല. ഇത് പറയാൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ഈ പറയുന്ന നടൻ വേറെ മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ അഭിനയത്തിൻ്റെ വിസ്മയം എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെയാണ്. ഇത് ഏറ്റവും തിരിച്ചറിഞ്ഞ ദിവസം ഇന്നലെയാണ്. ഇന്നലെ ഐ നോബഡി എന്ന് പറഞ്ഞ നിസാം ബഷീറിന്റെ സിനിമ, ഞാനും പോയി കണ്ട സിനിമയാണ്. പടം അമ്പേ പരാജയമായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് തിരക്കഥയുടെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കെട്ടിയോളൻ്റെ മാലാഖ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആസിഫ് അലി ആയിരുന്നു, ഗംഭീര ക്യാരക്ടറായിരുന്നു, പക്ഷെ അത്യാവശ്യം കൊമേഴ്സ്യൽ എലമെൻ്റ് ഉള്ള ഒരു സിനിമയായിരുന്നു. കാരണം കൊമേഴ്സ്യൽ എലമെൻ്റ് ഉള്ള സിനിമയോട് ആയതുകൊണ്ട് ആ സിനിമ ഒരു ഹിറ്റായി. പ്രത്യേക രീതിയിലുള്ളൊരു അപ്രോച്ചായിരുന്നു ആ സിനിമ, അതുകൊണ്ട് അത് ഹിറ്റായി. പക്ഷെ രണ്ടാമത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ റോഷാക്ക്, ഒരു രക്ഷയില്ലാത്ത ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരുക്കിയ സിനിമ, ഹിറ്റടിക്കുകയും ചെയ്തു. 50 കോടി കളക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു 38-40 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഗംഭീരമായിട്ടൊരു പരീക്ഷണ ചിത്രം. മമ്മൂട്ടി കമ്പനി മാത്രമേ ഇത് നിർമ്മിക്കത്തുള്ളൂ, മമ്മൂട്ടി മാത്രമേ അതിനകത്ത് അഭിനയിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാണ് മമ്മൂട്ടി എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഉദാഹരണം, റോഷാക്കിലെ കഥാപാത്രം വേറൊരു നടൻ, പലരും പറഞ്ഞു വേറൊരു നടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 100 കോടി ഇതൊക്കെ എത്തത്തില്ലായിരുന്നു, ഭ്രമയുഗമൊക്കെ. വേറൊരു നടൻ ഡേറ്റ് പോലും കൊടുക്കത്തില്ല, വേറൊരു നടൻ അഭിനയിക്കത്തുമില്ല. ഇത്രയും ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ വെച്ച് ഇപ്പം ഭ്രമയുഗത്തിലെയോ അല്ലെങ്കിൽ കാതലോ നൻപകൽ നേരത്ത് മയക്കവോ റോഷാക്ക പോലൊരു സിനിമ സെലക്ട് ചെയ്യാൻ പോലും നടന്മാർ തയ്യാറാകാത്തപ്പം മമ്മൂട്ടി കാണിക്കുന്ന നട്ടല്ലാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരാൻ ഈ സംവിധായകരെ പ്രേരിപ്പിക്കുന്നു. ഭ്രമയുഗം അത് തന്നെ 4 ക്യാരക്ടേഴ്സിനെ വെച്ച് ഓസ്കാർ വേദി വരെ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കുടുംബം പോറ്റി മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ്. അത്രയ്ക്ക് ഗംഭീരമാണ് മമ്മൂട്ടി ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ 2 സംവിധായകർക്കും അതുപോലെ ഹൈപ്പ് കിട്ടി. ഒന്ന് രാഹുൽ സദാശിവനും ഭ്രമയുഗത്തിലൂടെ, നേരത്തെ അദ്ദേഹം ഭൂതകാലവും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഭ്രമയുഗം അങ്ങ് പീക്ക് ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, പണി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ഇദ്ദേഹവും നമ്മുടെ നിസാം ബഷീറും റോഷാക്കിൽ ടോപ്പ് ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് മണ്ടയ്ക്ക് കഥാപാത്രമായിട്ട്, മമ്മൂട്ടിക്ക് മണ്ടയ്ക്ക് വേറൊരു കഥാപാത്രമായിട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സംവിധാനത്തിൽ തന്നെ ബാക്കിയുള്ളവരൊന്ന് വേർക്കും.